ഹലോ, ഹായ് എല്ലാവർക്കും എന്നോട് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ റിതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് മെയ് മാസത്തിലെ ജോലി സാധ്യതകളെ കുറിച്ചിട്ടാണ്. അപ്പൊ മെയ് അവസാനം ആവാറായി. നമുക്ക് ഏതൊക്കെ ജോലികളാണ് മെയ് മാസത്തിൽ തന്നെ അപ്ലൈ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഡെഡ് ലൈൻസും കാര്യങ്ങളെല്ലാം നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് അറിയാലോ, ലേണിനോ ജോബ് ആൻഡ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്നാണ് നമ്മുടെ ചാനലിന്റെ പേര്. എന്തുകൊണ്ടാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, വൈ ഡു ഐ ആസ്ക് യു ടു സബ്സ്ക്രൈബ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് കാരണം? ഡെയിലി അക്കാദമിക് അപ്ഡേറ്റ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഡെയിലി ജോബ് ആൻഡ് കരിയർ അപ്ഡേറ്റ്സ് അപ്ലോഡ് ചെയ്യാറുണ്ട്. കാര്യം നമുക്ക് അറിയാലോ, പ്ലസ് ടുന്റെ റിസൾട്ട് വന്ന സമയമാണ്, 10th റിസൾട്ട് വന്ന സമയമാണ്, ഡിഗ്രിയും PG എല്ലാം കഴിയാൻ പോകുന്ന സമയമാണ്. അപ്പൊ ഇനി വീണ്ടും പഠിക്കാൻ പോകണോ അതോ ജോലിക്ക് പോകണോ എന്ന് ഡിസൈഡ് ചെയ്യേണ്ട സമയമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ചാനൽ എന്തായാലും ഉപകരിക്കും. അതുകൊണ്ട് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇന്ത്യൻ നേവിയിൽ ജോയിൻ ചെയ്യാനുള്ള അവസരം വന്നിരിക്കുകയാണ്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 2025 ജൂൺ 17 അപ്പൊ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കാനുള്ളത്? കായിക താരങ്ങൾക്കാണ് കേട്ടോ അവസരം വന്നിട്ടുള്ളത്. അതായത് നേവിയിൽ സെയിലർ ആകാൻ കായിക താരങ്ങളായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവസരം വന്നിരിക്കുകയാണ്. അപേക്ഷകർ അവിവാഹിതരായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഡയറക്റ്റ് എൻട്രി പെറ്റി ഓഫീസർ, ഡയറക്റ്റ് എൻട്രി ചീഫ് പെറ്റി ഓഫീസർ തസ്തികകളിലാണ് നിയമനം വന്നിട്ടുള്ളത്. ജൂൺ 17 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. കായിക ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത്ലറ്റിക്സ്, അക്വാറ്റിക്സ്, ബാസ്കറ്റ് ബോൾ, ബോക്സിംഗ്, ക്രിക്കറ്റ്, ഫുട്ബോൾ, ഹാൻഡ്ബോൾ, ഹോക്കി, കബഡി, വോളിബോൾ, വെയ്റ്റ് ലിഫ്റ്റിംഗ്, റെസ്ലിംഗ് തുടങ്ങി ഒരുപാട് ഇനങ്ങളിൽ അവർ വേക്കൻസീസ് പറയുന്നുണ്ട്. അതിൽ കഴിവ് തെളിയിച്ചവരായിരിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. യോഗ്യത എന്ന് പറയുന്നത് +2 അല്ലെങ്കിൽ ഇക്വാലൻസി ആണ് പറയുന്നത്. സ്പോർട്സ് യോഗ്യതയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് അതിന്റെ വെബ്സൈറ്റ് www.joinindiannavy.gov.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും. ശാരീരിക യോഗ്യത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉയരം പുരുഷന് 157 സെന്റിമീറ്റർ ആണ് പറഞ്ഞിട്ടുള്ളത്, സ്ത്രീകൾക്ക് 152 സെന്റിമീറ്റർ ആണ് പറഞ്ഞിരിക്കുന്നത്. പ്രായം ഏജ് ലിമിറ്റ് ഉണ്ട്, 17.5 വയസ്സായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 17 to 25 വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പറയാനുള്ള കാരണം, ശമ്പളം പരിശീലന സമയത്ത് 14,600 രൂപയായിരിക്കും. പിന്നെ സ്റ്റൈപ്പനും ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. തുടർന്ന് മറ്റ് ആനുകൂല്യങ്ങളോടെ 15 വർഷത്തേക്കായിരിക്കും ഇതിൽ നിയമനം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എന്താണ് പറഞ്ഞത്? ഇന്ത്യൻ നേവിയിൽ ജോയിൻ ചെയ്യാനായിട്ട് അവസരം വന്നിരിക്കുന്നത്. ആർമി ഈസ് കണ്ടക്ടിംഗ് റിക്രൂട്ട്മെന്റ് ട്രയൽസ് ഫോർ അത്ലറ്റ്സിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെ. കായിക താരങ്ങൾക്കാണ് അവസരം. ഏതൊക്കെ പോസ്റ്റിലാണ്? ഡയറക്റ്റ് എൻട്രി പെറ്റി ഓഫീസറും അതുപോലെ തന്നെ ഡയറക്റ്റ് എൻട്രി ചീഫ് പെറ്റി ഓഫീസർ എന്നുള്ള പോസ്റ്റിലാണ് വന്നിരിക്കുന്നത്. ഏതാണ്? അവിവാഹിതനായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമാണ് അവസരം. അവരുടെ ഹൈറ്റ്, ശാരീരിക യോഗ്യത എന്ന് പറയുന്നത്, മെന്നിനാണെങ്കിൽ 157 സെന്റിമീറ്റർ, വുമൺ ആണെങ്കിൽ 152 സെന്റിമീറ്റർ ആണ്. ഏജ് ലിമിറ്റ് എത്രയാണ്? 17 to 25 ആണ് ഏജ് ലിമിറ്റ് പറയുന്നത്. ഒരുപാട് കായിക ഇനങ്ങളിൽ ക്വാളിഫൈ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ ബോക്സിംഗ്, ബാസ്കറ്റ് ബോൾ, ക്രിക്കറ്റ്, ഫുട്ബോള് തുടങ്ങി, ഹാൻഡ്ബോള്, ഹോക്കി, റോയിങ്, ഷൂട്ടിംഗ്, സെയിലിംഗ് തുടങ്ങി ഒരുപാട് കായിക ഇനങ്ങളിൽ എന്തുണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്? കഴിവ് തെളിയിച്ചവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കാനുള്ള ലിങ്ക് ആണ് www.joinindiannavy.gov.in എന്നുള്ള ലിങ്കിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കരസേനയിൽ എന്താ സ്പോർട്സ് കോട്ട, സ്പോർട്സ് റിക്രൂട്ട്മെന്റ് നടക്കുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ മറക്കരുത്, അത് ജൂൺ 15 വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത് അല്ലെ. അതിൽ കായിക യോഗ്യത എന്ന് പറയുന്നത് 2023 ഏപ്രിൽ 1 ശേഷം രാജ്യാന്തര ജൂനിയർ അല്ലെങ്കിൽ സീനിയർ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ഗെയിം ചെയ്തവരായിരിക്കണം അല്ലെങ്കിൽ പങ്കെടുത്തവരായിരിക്കണം. അവർക്കാണ് അപേക്ഷിക്കാനുള്ള അർഹത എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നമ്മുടെ ചാനൽ നോക്കിയാൽ മതിയാകും. അത് നമ്മൾ പറഞ്ഞ കാര്യമാണ്. അതിൽ 10ാം ക്ലാസ് മതി കേട്ടോ. കരസേനയിൽ കയറാൻ വേണ്ടി സ്പോർട്സ് കോട്ടയിൽ സ്പോർട്സ് റിക്രൂട്ട്മെന്റ് ആണ് നടക്കാൻ പോകുന്നത്. അപ്പൊ കരസേനയിലെ സ്പോർട്സ് റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. അതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ നമ്മൾ ക്ലാസ് ഓൾറെഡി എടുത്ത് കഴിഞ്ഞതാണ്. ഓക്കെ, അതിൽ 10ാം ക്ലാസ് മതി, പക്ഷെ ഇതിൽ +2 വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് ഈ 17-ാം തീയതി തന്നെ അപ്ലൈ ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് NPCIL, അതായത് ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിന് കീഴിലെ കക്രപാർ ഗുജറാത്ത് സൈറ്റില് സ്റ്റൈപ്പൻഡറി ട്രെയിനി ടെക്നീഷ്യൻ അസിസ്റ്റന്റ് തസ്തികകളിലെ 197 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്.
അപ്പോൾ അത് ഏതൊക്കെ വേക്കൻസീസ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ തസ്തികകളാണ് എന്നുള്ള കാര്യം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. എന്താണ് തസ്തികകൾ ഏതൊക്കെയാണ്? സ്റ്റൈപ്പൻഡറി ട്രെയിനി, സയന്റിഫിക് അസിസ്റ്റന്റ്, ഡിപ്ലോമ ഹോൾഡേഴ്സ് ഇൻ എഞ്ചിനീയറിംഗ് അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സ്റ്റൈപ്പൻഡ് ട്രെയിനി, സയന്റിഫിക് അസിസ്റ്റന്റ് സയൻസ് ഗ്രാജുവേറ്റ്സിന് പറ്റും. സ്റ്റൈപ്പൻഡറി ട്രെയിനി ടെക്നീഷ്യൻ, അതുപോലെ സ്റ്റൈപ്പൻഡറി ട്രെയിനി ടെക്നീഷ്യൻ മെയിൻറ്റെയിനർ പറഞ്ഞിട്ടുണ്ട്. അസിസ്റ്റന്റ് HR, അസിസ്റ്റന്റ് FNA, അസിസ്റ്റന്റ് CNMM. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ www.npcil.nic.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ മതിയാകും. നോക്കൂ, അപ്പോൾ NPCIL 197 വാക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. ലാസ്റ്റ് ഡേറ്റ് ജൂൺ 17-നാണ്. അപ്പോൾ നേവിയിൽ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റും ജൂൺ 17-നാണ്. ആർമിയിൽ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂൺ 15-ആണ്. മറക്കരുത്. അപ്പോൾ ജൂണിൽ ഒരുപാട് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റുകൾ ഉണ്ട്, മറക്കരുത്. ഡെഡ് ലൈൻസ് നമ്മൾ ലാസ്റ്റ് ഈ വീഡിയോയുടെ അവസാനം നമ്മൾ പറയുന്നതായിരിക്കും കേട്ടോ. ഇനി അടുത്തത് NTPC-യിൽ 180 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. ലാസ്റ്റ് ഡേറ്റ് ജൂൺ 9-ആണ്. അതായത് ഇതിൽ 150 ഡെപ്യൂട്ടി മാനേജർ പോസ്റ്റും 30 കെമിസ്ട്രി ട്രെയിനി പോസ്റ്റുമാണ് വന്നിട്ടുള്ളത്. അങ്ങനെയാണ് 180 ട്രെയിനീസിന്റെ ഒഴിവുകൾ വന്നിട്ടുള്ളത്. അതായത് 150 ഡെപ്യൂട്ടി മാനേജർ പോസ്റ്റ് എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാർ സ്ഥാപനമായിട്ടുള്ള ന്യൂഡൽഹിയിലെ NTPC ലിമിറ്റഡിലെ ഡെപ്യൂട്ടി മാനേജർ ഒഴിവിൽ ഉടൻ തന്നെ വിജ്ഞാപനമാകും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, CNI വിഭാഗങ്ങളിലെ 150 ഒഴിവിൽ ജോലി പരിചയമുള്ളവർക്കാണ് കേട്ടോ അവസരം. ജൂൺ 9 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഇവിടുത്തെ സാലറി സ്കെയിലാണ് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം. 70,000 ആണ് സ്റ്റാർട്ടിങ്. 2 ലക്ഷം രൂപ വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. സാലറി സ്കെയിൽ 70,000 to 2 ലക്ഷമാണ് പറഞ്ഞിട്ടുള്ളത്. 150 ഡെപ്യൂട്ടി മാനേജേഴ്സിന്റെ ഒഴിവുകളാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ യോഗ്യത ഉൾപ്പെടെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ www.carriers.ntpc.co.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും. അതുപോലെ തന്നെ 30 കെമിസ്ട്രി ട്രെയിനിയുടെ ഒഴിവാണ് വന്നിട്ടുള്ളത്. അതായത് NTPC ലിമിറ്റഡിലെ അസിസ്റ്റന്റ് കെമിസ്ട്രി ട്രെയിനിയുടെ 30 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. 1 വർഷ പരിശീലനം തുടർന്ന് നിയമനം. ഓൺലൈൻ അപേക്ഷ മെയ് 31 വരെയാണ് കേട്ടോ കെമിസ്ട്രി ട്രെയിനിയുടെ. അതിൽ യോഗ്യത 60% മാർക്കോടെ MSc കെമിസ്ട്രി പാസ്സായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രായപരിധി ഉണ്ട്. ഏജ് ലിമിറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 27 വയസ്സാണ്. എന്നാൽ ഡെപ്യൂട്ടി മാനേജറിൽ ഏജ് ലിമിറ്റ് അവർ പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കാം. കെമിസ്ട്രി ട്രെയിനിയിൽ പറഞ്ഞിട്ടുണ്ട് പ്രായപരിധി 27 വയസ്സാണ്. സാലറി സ്റ്റാർട്ടിംഗ് 30,000 ഉണ്ട്, 1,20,000 വരെ ആവാം. ഓക്കെ, ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ www.carriers.ntpc.co.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും. ഓക്കെ, ഇനി അടുത്തത് എന്നുള്ളത് BEL 42 എഞ്ചിനീയേഴ്സിന്റെ ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. ലാസ്റ്റ് ഡേറ്റ് ജൂൺ 4-നാണ് കേട്ടോ. അപ്പൊ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് പ്രൊജക്ട് എഞ്ചിനീയറുടെ 28 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. എവിടേക്കാ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, കൊച്ചിയിലും ഒഴിവുണ്ട് കേട്ടോ. അപ്പോൾ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൽ പ്രൊജക്ട് എഞ്ചിനീയറുടെ 28 വാക്കൻസീസ് ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ 3 വർഷത്തേക്കാണ് നിയമനം ഉണ്ടായിരിക്കുക. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, IT, ഇൻഫോർമേഷൻ സയൻസ് വിഭാഗങ്ങളിലാണ് അവസരം ഉണ്ടായിരിക്കുന്നത്. ജൂൺ 4 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ആണെങ്കിൽ www.belindia.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും. എന്നാൽ ഈ കൊച്ചി യൂണിറ്റിൽ നമ്മൾ പറഞ്ഞല്ലോ BEL 42 എഞ്ചിനീയേഴ്സിൽ അതിൽ കൊച്ചി യൂണിറ്റിൽ 14 വേക്കൻസീസ് വരുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ് 14 വേക്കൻസീസ് വന്നിട്ടുള്ളത്. അതായത് ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, കമ്പ്യൂട്ടർ സയൻസ് വിഭാഗങ്ങളിൽ BE, BTech, ME, MTech യോഗ്യതക്കാർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അവസാന തീയതി അതിൽ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂൺ 16-ആണ്. കൊച്ചിയിലേക്ക് അപേക്ഷിക്കുകയാണെങ്കിൽ ജൂൺ 16 വരെ സമയമുണ്ട്. അതല്ല ഇനി ഉത്തർപ്രദേശ്, മധ്യപ്രദേശിലൊക്കെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ജൂൺ 4-നുള്ളിൽ അപ്ലൈ ചെയ്യേണ്ടതാണ്. ഏതൊക്കെ വിഷയങ്ങളാണ്? ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, IT, അതുപോലെ തന്നെ ഇൻഫോർമേഷൻ സയൻസ് വിഭാഗങ്ങളിലാണ് അവസരം വന്നിട്ടുള്ളത്. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ അതാത് സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഓക്കെ, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിന്റെ www.belindia.in എന്നുള്ള സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കും.
ഇനി നമുക്ക് ഡെഡ് ലൈൻസ് ആണ് പറയാനുള്ളത്. ഒരുപാട് ഡെഡ് ലൈൻസ് വന്നിട്ടുണ്ട്. അതായത് CISF ഇതെല്ലാം നമ്മൾ ക്ലാസ്സുകൾ എടുത്തതാണ് കേട്ടോ. നമ്മുടെ ചാനൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. CISF-ഉം എയർഫോഴ്സും ECIL-യും ആർമിയുടെയും എല്ലാത്തിന്റെയും എന്തൊക്കെ കാര്യങ്ങളാണ്, അതിന്റെ ക്വാളിഫിക്കേഷൻ എന്താന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എടുത്തു കഴിഞ്ഞതാണ്. അപ്പൊ CISF-ല് 403 സ്പോർട്സ് കോട്ട അവസരമാണ് വന്നിട്ടുള്ളത്. യോഗ്യത +2 ആണ്. ലാസ്റ്റ് ഡേറ്റ് ജൂൺ 6 ആണ്. അല്ലെ, എയർഫോഴ്സിൽ 153 ഗ്രൂപ്പ് സി സിവിലിയൻസിന് വാക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. യോഗ്യത 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 ആണ്. അവസാന തീയതി ജൂൺ 15 ആണ്. ECIL എന്നാൽ 125 എഞ്ചിനീയേഴ്സിന്റെ വാക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 5 ആണ്. ക്വാളിഫിക്കേഷൻ യോഗ്യത BE BTech ഉള്ളവർക്ക് ECIL അപ്ലൈ ചെയ്യാവുന്നതാണ്. ഹയസ്റ്റ് സാലറി ആണ് ECIL പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ആർമിയിൽ ജൂൺ 12 വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. 90 ടെക്നിക്കൽ എൻട്രിന്റെ വാക്കൻസീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.